CPM-ൽ EP ജയരാജൻ യുഗം അവസാനിക്കുകയാണോ എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെടുന്നതോടെ CPM-ൽ ആർക്കും വേണ്ടാത്ത നേതാവായി മാറുകയാണ്. BJP ബന്ധം, ഹോട്ടൽ വ്യവസായം, ബന്ധു നിയമനം, ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിനുമായുള്ള സാമ്പത്തിക ഇടപാട് തുടങ്ങി നിരവധി ആരോപണങ്ങളിലൂടെയായിരുന്നു EP ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം. പാർട്ടിയിൽ കുറെ കാലമായി അനഭിമതനായി തീർന്ന ജയരാജൻ ഏറെ നിരാശനായിരുന്നു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ CPM-ൽ ശക്തനായ നേതാവായിരുന്നു EP. ഇടപെട്ട എല്ലാ മേഖലകളിലും വിവാദങ്ങൾ EP-യുടെ കൂടപ്പിറപ്പുമായിരുന്നു. നിർണായകമായൊരു കാലത്ത് പിണറായി വിജയന്റെ വലങ്കൈയായിരുന്ന EP നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവാണ്. പാർട്ടിയിൽ VS പിണറായി പോരാട്ടത്തിൽ പാർട്ടിയിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയാണ് കരുത്തനായി മാറുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി പ്രവർത്തകരിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ വീട് നിർമ്മിച്ചെന്ന ആരോപണത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്ത നേതാവായിരുന്നു EP. അക്കാലത്ത് പാർട്ടിയിൽ കരുത്തനായിരുന്ന VS അച്യുതാനന്ദൻ EP-യുടെ സംരക്ഷകനായി. പാർട്ടിയിൽ നിന്നും EP-യെ പുറത്താക്കാനുള്ള നീക്കത്തെ ചെറുത്തതും കൂടുതൽ കരുത്തു പകർന്നതും VS ആയിരുന്നു. BJP ദേശീയ നേതാവും കേരളത്തിന്റെ പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് EP-യുടെ മുകളിൽ അവസാനത്തെ ആണിയായി പരിണമിച്ചത്. പാപികൾക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന പിണറായിയുടെ കണ്ടെത്തൽ ജയരാജനും അംഗീകരിച്ചിരുന്നു. വിവാദങ്ങളുടെ തീച്ചുളയിൽ EP അവസാനിച്ചു. EP ഒടുവിൽ ക്ഷുഭിതനായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇത് കേവലം LDF കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള ഒഴിവാക്കൽ മാത്രമല്ല, പാർട്ടിയിൽ നിന്നുള്ള വഴി പുറത്തേക്കാണെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെതിരെ കർശനമായ നടപടി ആവശ്യമാണെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നിരുന്നു. എന്നാൽ LDF കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് പുറത്താക്കിയാൽ അത് എതിരാളികൾക്ക് പിടിവള്ളിയാകുമെന്ന ഭയമാണ് നടപടി വൈകിയത്. ഇതോടെയാണ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നത്. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച നിരവധി പ്രസ്താവനകളും പ്രവൃത്തികളും EP-യിൽ നിന്നും ഉണ്ടായെന്ന് നേതൃത്വം ഇതിനകം തന്നെ കണ്ടെത്തിയിരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നുപെട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു EP-യുടെ BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നത്. വിവാദ ദല്ലാളുകളുടെ വെളിപ്പെടുത്തലുകളും BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലും CPM-നും ഇടതുമുന്നണിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. EP ജയരാജന്റെ BJP ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിൽ CPM മാധ്യമങ്ങളെ പഴിച്ചെങ്കിലും സത്യാവസ്ഥ എന്തെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിരുന്നു. LDF കൺവീനർ സ്ഥാനത്ത് EP തൃപ്തനായിരുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച EP ജയരാജനെ ഞെട്ടിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ സെക്രട്ടറി ആകുന്നത്. മോഹഭംഗം നേരിട്ട ജയരാജൻ ഇതോടെ സജീവ രാഷ്ട്രീയം ഒഴിവാക്കുന്നത് പോലും ആലോചിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ഇടക്കാലത്ത് ജയരാജൻ മാധ്യമങ്ങളുമായി അഭിപ്രായം പങ്കിട്ടിരുന്നു. ഇതേ കാലത്താണ് ജയരാജനെ പാർട്ടി LDF കൺവീനർ ആക്കുന്നത്. ഇതോടെ വിയോജിപ്പുകൾക്ക് അല്പം ശമനമുണ്ടായെങ്കിലും MV ഗോവിന്ദനെ അംഗീകരിക്കാൻ EP ഒരിക്കലും തയ്യാറായില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ MV ഗോവിന്ദൻ നടത്തിയ കേരള യാത്രയുമായി സഹകരിക്കാതെ വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. പാർട്ടിയിൽ പ്രതിരോധം തീർത്ത് മുന്നേറിയ ജയരാജനെതിരെ P ജയരാജൻ ഉന്നയിച്ച അനധികൃത സമ്പത്ത് വിഷയവും കണ്ണൂരിലെ റിസോർട്ടും അതുമായി ബന്ധപ്പെട്ട വിവാദവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിരുന്നു. ഇതെല്ലാം EP-ക്കെതിരെയുള്ള നീക്കത്തിന് ആക്കം കൂട്ടി. EP ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരിക്കവെയാണ് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും കോടികൾ കൈപ്പറ്റിയെന്ന വിവാദം ഉണ്ടാകുന്നത്. അക്കാലത്തെല്ലാം പിണറായി EP-യുടെ രക്ഷകനായി. കോഴിക്കോട് മലപ്പുറം സമ്മേളന കാലത്ത് പാർട്ടിയെ പൂർണ്ണമായും പിണറായിയുടെ പക്ഷത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഇടനിലക്കാരന്റെ റോളായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ VS നേതാക്കളെ പുറത്താക്കിയും ഒപ്പം നിർത്തിയും പിണറായി പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറുന്നതിന്റെ നിർണായക നീക്കത്തിന് ചുക്കാൻ പിടിച്ചു. മട്ടന്നൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ച EP ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായി. വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന EP-ക്ക് ബന്ധു നിയമനത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. ഇതാണ് EP-യുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ തിരിച്ചടി. പിണറായിക്ക് എന്നും അനിവാര്യനായിരുന്ന EP കുറച്ചു കാലത്തിന് ശേഷം അനഭിമതനായി. മട്ടന്നൂരിൽ വീണ്ടും സീറ്റ് മോഹിച്ചെങ്കിലും അത് ലഭിച്ചില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനവും ലഭിച്ചില്ല. 3 വർഷമായി പാർട്ടിയിൽ നിരാശനായിരുന്ന EP തന്നെ ഏൽപ്പിച്ച LDF കൺവീനർ സ്ഥാനവും കൈവിട്ടതോടെ വെറും കൈയോടെ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു. ഇനി എന്താണ് EP-യുടെ നീക്കമെന്നാണ് CPM-ൽ ഉയരുന്ന ചർച്ച.
പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്ന സമയത്ത് പി ജയരാജനെതിരെയുള്ള നടപടികൾ ചർച്ചയായും പിയെ LDF-ൽ നിന്നും പുറത്താക്കിയത് നേതൃത്വത്തിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ പി എന്തെങ്കിലും വെടിപൊട്ടിച്ചാൽ അത് CPM-ന് വലിയ തലവേദനയായി മാറും. നിരവധി ഇടപാടുകളുടെ ഇടനിലക്കാരനായിരുന്നു പി. പാർട്ടിയെ വെട്ടിലാക്കാൻ തുനിഞ്ഞാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. അതല്ല പി BJP-യുമായി അടുക്കുമോ, CPM-ന് തലവേദന ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളും സജീവമാണ്. എന്തായാലും തിരുവനന്തപുരത്തോട് AKG ഭവനോട് പി വിട പറഞ്ഞിരിക്കുകയാണ്.